ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മൾ വീഡിയോ പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ നടന്നിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടോക്കണം കേട്ടോ. ഇനിയിപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാമ്പാർ തലേന്ന് സാമ്പാറായിരുന്നു. അപ്പോൾ സാമ്പാർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലിക്ക് പിന്നെ മാവാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 8 മണിക്കാണ് മദ്രസ്, പിന്നെ മോണിട്ടേക്ക് ട്യൂഷനും 8 മണിക്കാണ്. അപ്പോഴേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതിൽ പിന്നെ മാവ് അരക്കാനും അങ്ങനെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാം റെഡിയല്ല. അപ്പോൾ ഞാൻ 7:30 കേട്ടോ കിച്ചണിലേക്ക് വരുമ്പോൾ. അപ്പോൾ കിച്ചണിലേക്ക് വന്ന ഉടനെ തന്നെ ഞാനിതാ പിന്നെ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാമ്പാർ തലേന്ന് രാത്രി നല്ല തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ചിട്ട് നല്ല ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയിലേക്കൊക്കെ സാമ്പാർ ഒന്ന് കുറുകിയിട്ടാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരം വൈകിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോണ്ടൻക്ക് പോകാണ്ട് 8 മണിയാകുമ്പോഴത്തെ ട്യൂഷൻക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് ഞാൻ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ടൊന്ന് പൈപ്പ് ഓണാക്കിയിടാണ്. അപ്പോൾ ഒരു 4-5 സെക്കൻഡ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തട്ടുന്ന ഇഡ്ഡലി ഇങ്ങോട്ട് വിട്ടിട്ടിക്കോളും. അല്ലെങ്കിൽ ഞാനിപ്പോൾ സാധാരണ ചൂടാണെങ്കിൽ കുറച്ച് നേരം പിന്നെ ചൂട് പോണ വരെ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് ചൂടുള്ളൂ അങ്ങനെയൊക്കെ ചൂടുള്ളൂ. അപ്പോൾ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ പൈപ്പിൻ്റെ ചൂട് വെച്ചിട്ടൊന്ന് വേഗം അടുത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലി ചൂടിലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെ ചായ കുടിക്കണം. അങ്ങനെ എല്ലാവരും കൂടി കിട്ടലില്ല ചായ കുടിക്കാൻ. സ്കൂളിലെ ദിവസമാകുമ്പോൾ മോണ്ടന് നേരത്തെ പോകാണ്ടായതുകൊണ്ട് അവന് പെട്ടെന്ന് കുടിച്ച് പോവുക ചെയ്യുക. പിന്നെ ഞാനും മോനിസ് മദ്രസ വിട്ടെന്നിട്ട് ഞാനും മോനിസും കുടിക്കും. പക്ഷേ ഞായറാഴ്ചകളിൽ ഇതുപോലെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നത് കുഞ്ഞിരാ നിർബന്ധമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അത് എത്ര നേരം വൈകുകയാണെങ്കിലും 4 ആളും കൂടി ഇരുന്നിട്ട് തന്നെ ചായ കുടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കല്യാണത്തിന് പോകാണ്ട്, അപ്പോൾ എല്ലാവരും കല്യാണത്തിന് പോകാണ്. അപ്പോൾ വേഗം പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് ബേപ്പൂരിലേക്ക്. അപ്പോൾ അന്നത്തെ ദിവസമായിരുന്നല്ലോ നമ്മൾ പുതിയങ്ങാടി നേർച്ചൻ്റെ കൊടിയേറ്റായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ മക്കളായിട്ട് കുഞ്ഞിരാ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഞാൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിരാ വിളിച്ച് പറഞ്ഞ് പോകാൻ പറ്റിയിട്ടില്ല എന്ന്, അർജൻറ്റ് എന്തോ മീറ്റിംഗ് ഉണ്ടായിട്ട് നമുക്ക് നാളെ പോവാം, അന്ന് പോയിട്ടില്ലേ മക്കളായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ചാലിയത്തേക്ക് ബസ്സിനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ് ഒക്കെ ചാലിയത്ത് എത്തണ മുന്നേ ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച ഒരു 3 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ പിന്നെ ഫുള്ള് ബ്ലോക്കായി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചാലിയത്ത് എത്തിയിട്ട് അവിടുന്ന് ജങ്കാർ വഴി കേട്ടോ പിന്നെ വേപ്പൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജങ്കാറിൽ നമുക്ക് പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്നവർ ക്യൂ നിൽക്കുകയാണേ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞങ്ങൾ ഐസ്ക്രീമും പിന്നെ അതുപോലെ ഉപ്പിലിട്ട കാര്യങ്ങളും അതൊക്കെ വാങ്ങി തിന്നു അവിടെ നിന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിട്ട് ജങ്കാറിലേക്ക് കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്, അതും ടിക്കറ്റ് എടുക്കുന്നിടത്തും ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെയാണ് ഞങ്ങൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അതിനിപ്പോൾ ജങ്കാറിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 5 രൂപ കേട്ടോ അങ്ങോട്ട് പോകാൻ. അങ്ങനെ
ഞങ്ങൾക്കത് ഞങ്ങൾ ജങ്ങാറിൽ കയറാണ്. പക്ഷേ ടിക്കറ്റും കാര്യങ്ങളൊന്നും അതിൽ നോക്കണമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എങ്ങനെയാണ് നോക്കുക, നിറയെ ആൾക്കാരാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പിന്നെ ബേപ്പൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ കാണണം കേട്ടോ ബീച്ചിലേക്ക് കിടക്കണ എൻട്രി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ, കാരണം അത്രയും ജനമായിരുന്നു. ഭയങ്കര തള്ളവും തിരക്കും അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കിണോടോ വീഡിയോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബീച്ചൊക്കെ നടന്നു കണ്ടു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ. ഇപ്പോൾ ഇവിടെ എന്താണ് പ്രോഗ്രാം നടക്കുന്നത്. രാത്രി ആരൊക്കെയോ വരുന്നുണ്ട്, വിനീത് ശ്രീനിവാസന്, അതുപോലെ തന്നെ സൗബിന്, പിന്നെ അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, അവരൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾക്ക് അവരൊന്നും കാണാൻ പറ്റില്ല. 7 മണിക്ക് ശേഷമാണ് അവർ വരുന്നത്. നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ച് വരണം. അപ്പോൾ അതാ ഈ കാണുന്ന ഒരുപാട് പട്ടങ്ങളുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ പറത്തുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന പട്ടം കുറേ നേരമായി ഒരു പൊക്കാൻ വേണ്ടി നോക്കണം, പക്ഷേ പറ്റണില്ല കേട്ടോ. എന്തോ കാറ്റിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു, അത് പൊക്കും പിന്നെയും താഴേക്ക് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരും. അങ്ങനെ കേട്ടോ കുറേ പട്ടങ്ങളുണ്ട് ഇതുപോലെ. Season 4. For Bepur's most awaited event, Bepur International Water Fest Season 4. അപ്പോൾ ആ ദൂരെ കാണുന്നതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല, കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അത്രയും ജനമാണ്. അപ്പോൾ അവിടെ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഗാനമേളൊക്കെ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത് കാണാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മുഴുവൻ പരിപാടി കഴിഞ്ഞിട്ടല്ലാതെ നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല, അത്രയും ജനമാണ്. ഒരു ഹിന്ദി മേലോട്ട് പറത്തിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിലെല്ലാവരും വിചാരിച്ച് പട്ടം പൊങ്ങിപ്പോയിന്ന്. പക്ഷേ ഇതും പൊങ്ങാൻ പറ്റില്ല കേട്ടോ. ലാസ്റ്റ് താഴേക്ക് തന്നെ വന്ന് വീണിട്ട് അത് ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു പൊങ്ങിയപ്പോൾ. ലാസ്റ്റ് താഴേക്ക് തന്നെ വീണു. അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയ്യടിയും ആർപ്പും വിളിയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ എല്ലാവരും പിന്നെ അത് താഴെ വീണപ്പോൾ നിരാശായി. ഇപ്പോൾ ഞങ്ങളിതാ ബീച്ചിൻ്റെ അവിടെയൊക്കെ കുറേ നേരം കണ്ടിരുന്നു. പിന്നെ ഞങ്ങളിതാ പിന്നെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങോട്ട് പോയി. അവിടെ പിന്നെ ഒരു സംഭവമാണല്ലോ കോഴിക്കോടൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. അവിടെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തേ. ഇതുപോലെ ഓരോ സ്റ്റാളുകൾ കെട്ടിയിട്ടാട്ടോ അതിൻ്റെ ഉള്ളിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ, പിന്നെ അവിടുത്തെ 2 ഐറ്റം പലഹാരമൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ലൈവ് ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കോഴിക്കോട് മെയിനായിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചു. പക്ഷേ അത് പിന്നെ ചൂടൊന്നുമില്ല കേട്ടോ, തണുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കേട്ടോ വാങ്ങിയത്. പിന്നെ സാജി എവിടെ പോയാലും സമൂസ കഴിക്കോളൂ, സമൂസൻ്റെ അഡിക്റ്റാണോള്. അങ്ങനെ പിന്നെ സമൂസയിൽ അധികം എണ്ണൊന്നും ഉണ്ടാവില്ല പറഞ്ഞാൽ സമൂസ കഴിക്കോളൂ. പിന്നെ ഞാനും മറ്റവരൊക്കെ വെറൈറ്റി കടികളൊക്കെ വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ മിക്സഡായിട്ട് ഷവർമ്മൻ്റെ ടേസ്റ്റും ഉണ്ട്, പിന്നെ ബ്രെഡ്, അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അതവിടെ ലൈവായിട്ട് നമ്മൾ എന്താ പറയുക കാടമുട്ട ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാടമുട്ട ഫ്രൈ അല്ല, റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ചൂടോട് കൂടി തന്നെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കോഫിയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ ഞാൻ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ അധിക സ്റ്റാളിലും സ്ത്രീകളാണ് കേട്ടോ. പിന്നെ പുരുഷന്മാരെക്കാളും പലഹാരം ഉണ്ടാക്കുന്നതും വിൽക്കണതൊക്കെ. അത് ചിലപ്പോൾ പല സംരംഭം തുടങ്ങിയവർക്ക് എല്ലാം കുടുംബശ്രീ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ സ്ത്രീകളാണ് എനിക്ക് അവിടെ അധികം കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ പിന്നെ ഞങ്ങൾ
പിന്നെ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ, വേഗം പോന്നു. കാരണം ജങ്കാർ കയറാൻ പോകണമെന്ന് കുറച്ച് നടക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് ജങ്കാറിൽ ക്യൂ നിന്നിട്ട് വേണം കയറാൻ. പിന്നെ ഇത്ര ടൈമിന് വരെ ഉണ്ടാവും ജങ്കാർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പോകും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ബീച്ചിലേക്ക് പ്രകടനം പോകണ്ടേ. അപ്പോൾ എന്താ പറയുക, നമ്മളെ ടൂറിസം മന്ത്രിയില്ലേ റിയാസ്, അവരാണ് പ്രകടനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നെയാണെങ്കിൽ ടൂറിസത്തിൻ്റെ കീഴിലാണല്ലോ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് മന്ത്രിനെയൊക്കെ കണ്ടുകൊടുന്ന്. പ്രിയമുള്ളവരെ, ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 4 സമാപനം കുറിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് ബേപ്പൂരിൽ നിന്ന് ജങ്കാർ കയറാൻ വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് 6:30 ആയിക്കിട്ട് ജങ്കാറിൽ കയറാൻ പറ്റുമ്പോൾ ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ലൈറ്റും കാര്യങ്ങളും. രാത്രിയിലാണ് അവിടെ കാണാൻ ഭംഗിയുണ്ടാവുക. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് ജങ്കാറിൽ വന്ന് പിന്നെ കുറേ നടന്നു കേട്ടോ. ജങ്കാർ നമ്മൾ ചാലിയത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ബസ്സില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നപ്പോൾ ബസ്സൊക്കെ ബ്ലോക്ക് ആയിക്കണമെങ്കിൽ ബസ് വരുന്നില്ല. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ ഓട്ടോ കാട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.